ഹായ് ഹലോ. ദിലീപ് നായകനാവുന്ന രതീഷ് രഘുനാഥ് സംവിധാനം ചെയ്ത തങ്കമണി 1986 തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി എടുത്ത സിനിമ എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. കാരണം തങ്കമണി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒരു ഫ്ലോട്ട് എടുത്തുകൊണ്ട് അവര് അവരുടേതായിട്ടുള്ള ഒരു വേർഷൻ ഇറക്കിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വളച്ചൊടിക്കലിന്റെ രാഷ്ട്രീയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തങ്കമണിയിൽ പറയുന്നത്. കാരണം ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ അവര് മറ്റ് കഥാസന്ദർഭങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പരിപാടി, അവരുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിയൽ ഇൻസിഡന്റ് സിനിമയാക്കുമ്പോൾ ഒന്നുകിൽ കൈപ്പൊള്ളും അല്ലെങ്കിൽ വർക്കാവും. രണ്ടാണെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ സിനിമാറ്റിക് എലമെന്റ്സ് ആണ്. നമ്മൾ ഒരു റിയൽ ഇൻസിഡന്റിന്റെ അത് ഒരു സിനിമാറ്റിക് വേർഷൻ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അത് അതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് ചേർത്തില്ല എങ്കിൽ പാളിപ്പോയേക്കാം. അതാണ് എനിക്ക് തങ്കമണി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം. അസഹനീയമായ ബീജിയമാണ് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത്. ചക 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 ഇങ്ങനെ പോകുന്ന ഒരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ തീവ്രത മനസ്സിലായത് ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയാമോ. കാരണം അത് നമ്മുടെ മൈൻഡിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തും ബീജിയം അങ്ങനെ കുത്തിക്കയറ്റി നിറച്ചങ്ങട് വെച്ചേക്കാണ്. പിന്നെ മറ്റ് ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപാണ് പ്രധാന ക്യാരക്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രണീത സുഭാഷ്, നിത പിള്ള, സുദേവ് നായർ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, അങ്ങനെ പിന്നെ അസീസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരാം. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങളൊക്കെ ഉള്ള സിനിമ ചെയ്തിരിക്കുന്നത് മനോജ് പിള്ളയാണ്. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വില്യം ഫ്രാൻസിസ് ആണ്. മിസ്കാസ്റ്റ്, അത് പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ മിസ്കാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് രണ്ട് മിസ്കാസ്റ്റ് ഉണ്ട്. അവരുടെ പെർഫോമൻസും ഭയങ്കര മോശമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസറുടെ, കാരണം തുടക്കം മുതൽ അവർ വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു റോളാണ് പ്രണീത സുഭാഷിന്റെ. മലയാളി അല്ലാത്ത ഒരു ആക്ടറെ കൊണ്ടുവന്നിട്ട് ഒരു തരത്തിലും ലിപ്പും സിങ്ക് ആവുന്നില്ല, അവരുടെ എക്സ്പ്രഷനും വർക്ക് ആവുന്നില്ല. പല സ്ഥലത്തും ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സെക്കൻഡ് ഹാഫിലെ ഒരു സീനിനകത്ത് ആളുകൾ കൂട്ടത്തോടെ ചിരിക്കുകയായിരുന്നു. കാരണം അത്രയും വെറുപ്പിക്കൽ അഭിനയം. മിസ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസ്കാസ്റ്റ്. അടുത്തൊരു മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അജ്മലിന്റെയാണ്, നടൻ അജ്മൽ. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തിനായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ് ശൈലി എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കാരണം അദ്ദേഹം ഭയങ്കര ഒരു എന്താ പറയാ മസിൽ പിടിച്ചൊക്കെയാണ് അദ്ദേഹം എല്ലാ പെർഫോമൻസും ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലും മസിൽ പിടിച്ച് ഭയങ്കര എന്തൊക്കെയോ ഭയങ്കര മിസ്കാസ്റ്റ് ആയിരുന്നു അജ്മലിന്റെ ക്യാരക്ടർ. പിന്നെ ദിലീപ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിത പിള്ള, അതുപോലെ തന്നെ സുദേവ് നായർ, മനോജ് കെ ജയൻ, സിദ്ദിഖ് വളരെ കുറച്ച് സീനേ ഉള്ളൂ സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അസീസാണ്. അസീസിന്റെ ഒരു ഫോക്കസ് ചെയ്തിട്ട് തുടക്കത്തിൽ തന്നെ അസീസിന്റെ ഒരു കരയുന്ന സീനൊക്കെ ഉണ്ട്. ഗംഭീരമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. സാധാരണ ചില കൊമേഡിയൻസ് സിനിമയിലേക്ക് വരുമ്പോൾ സീരിയസ് റോളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ദുരന്തമാവാറാണ് പതിവ്. പക്ഷെ അസീസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടാലന്റ് ഉള്ള ഒരു ആക്ടറായിട്ട് ഭാവിയിൽ അസീസ് മാറും എന്നുള്ളത് ഒരു തർക്കമില്ല. പിന്നെ മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതില് പല സ്ഥലത്തും ഫാൻസി ഡ്രസ്സ് തോറ്റുപോകും. ആ പരിപാടിയാണ് അതിനകത്ത്. ക്ലൈമാക്സിൽ എനിക്ക് ഒരു മനോജ് കെരയുടെ ക്യാരക്ടർ കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് അറിയാതെ ചിരി വന്നു. കാരണം ദിലീപിന്റെ വേഷം എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്കത് ഒരു ഫാൻസി ഡ്രസ് ആയിട്ട് ഓൾറെഡി തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നി. അത് കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ മനോജ് കെരയുടെ അടുത്ത ഫാൻസി ഡ്രസ്സ് ഭയങ്കര അസഹനീയമായിട്ടുള്ള ഒരു എന്താ പറയാ മേക്കപ്പ് പരിപാടിയാണ് സിനിമയിൽ കാണാൻ കഴിഞ്ഞത്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. അസഹനീയമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. അത് റിപ്പീറ്റ്ലി പറയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിൽ 2-3 സോങ്സ് വരുന്നുണ്ട്. അത് ആപ്റ്റ് ആയിട്ടുള്ള ആ സീനിന് ആപ്റ്റ് ആയിട്ടുള്ള സോങ്സ് ആയിരുന്നു. അത് എടുത്തു പറയണം. പിന്നെ എന്താ പറയാ, ഇതിലെ ഡയലോഗ്സ് ഒക്കെ വരുമ്പോ എന്താ പറയാ, ദിലീപിന്റെ പേര് ഇങ്ങനെ മാസായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഓരോ വില്ലന്മാരെ ഇങ്ങനെ അത് സ്പോയിലർ അല്ല, ഓരോ വില്ലന്മാരുടെ അടുത്തേക്കും ദിലീപ് ചെല്ലുമ്പോൾ ദിലീപിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പകരം ദിലീപിന്റെ പേര് ഇങ്ങനെ മാസായിട്ട് അവതരിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നീ ആരാടാ എന്ന് വില്ലന്മാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദിലീപ്
അയാളുടെ പേര് മാസമായിട്ട് പറയുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരികയാണ്. ഭയങ്കര അസഹനീയമായിട്ട് തോന്നിയ അടുത്തൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സിനിമയുടെ പ്രധാന സംഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളച്ചൊടിക്കുകയാണ് സത്യത്തിൽ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ തങ്കമണി സംഭവം ഒരു ഫ്ലോട്ടായിട്ട് എടുത്തിട്ട് അവരവരുടേതായിട്ടുള്ള ഒരു വേർഷൻ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ വേർഷൻ കൊടുക്കുമ്പോൾ യഥാർത്ഥ സംഭവത്തെ വളച്ചൊടിക്കുന്ന രീതിയിലും പരിപാടി ചെയ്തിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു നമ്മൾ ചിത്രത്തിലില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, എന്നാൽ യഥാർത്ഥ ഈ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ളവരെ ഒന്ന് പതിയെ ഒരു മയത്തിലൊക്കെ വിമർശിച്ചു കൊണ്ടിട്ടാണ് സിനിമ പോകുന്നത്. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ കാര്യങ്ങൾക്കകത്ത് പറയേണ്ട ഒരു കാര്യം വിട്ടുപോയി. ക്യാമറ 86-ലെ കാലഘട്ടം കാണിക്കുമ്പോൾ പോലും ഒരു കാടിന്റെ അകത്ത് വരുന്ന ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അവിടെ ക്യാമറ വന്നിട്ട് ഇവരുടെ ഒരു ബ്രില്യൻസ് പരിപാടി, ഇവർക്ക് പണി അറിയാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാമറ ഓടുന്നു, മറിയുന്നു, തലകുത്തി മറിയുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇതെന്താണ് ഇവരിങ്ങനെ കാണിക്കുന്നതെന്നാണ് നമ്മൾ ആലോചിച്ചത്. കാരണം നമ്മളിങ്ങനെ സിനിമാറ്റിക് വേർഷൻ ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് ചെയ്യുമ്പോൾ എല്ലാം പൊടിക്കല്ല, കൂടുതൽ എല്ലാം ഓവറായിരുന്നു എന്നാണ് പറയേണ്ടത്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന്, അതുപോലെ തന്നെ ക്യാമറ എഡിറ്റിംഗ് ഒരു പരിധി വരെ കുഴപ്പമില്ലായിരുന്നു. ബാക്കി എലമെന്റ്സ്, ടെക്നിക്കൽ എലമെന്റ്സ് എല്ലാം കൂടുതൽ ഓവറായിരുന്നു. അപ്പോ പറഞ്ഞു വരുന്നത്, ടെക്നിക്കലി എല്ലാ ഭാഗത്തും എനിക്ക് ഭയങ്കര പോരായ്മയായിട്ടാണ്, എന്താ പറയാ, ഉൾട്ടയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ ടെക്നിക്കൽ പരിപാടിയും എനിക്ക് വർക്കായില്ല എന്ന് മാത്രമല്ല അസഹനീയമായിട്ടാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് മിസ്കാസ്റ്റ് വന്ന താരങ്ങളൊക്കെ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തങ്കമണിയെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.